പുറത്തേക്കുള്ള വാതിലിനടുത്തേക്ക് അവൾ ഓടി. പക്ഷേ അത് തുറക്കാൻ കഴിയുന്നില്ല. വാതിലിൽ കൊട്ടിക്കൊണ്ട് അവൾ നിലവിളിച്ചു. ജനാലക്കരികിലേക്ക് അവൾ പേടിയോടെ നടന്നു ചെന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൾ ഞെട്ടിപ്പോയി. ചെന്നായ്ക്കൾ മുറ്റത്ത് കൂട്ടമായി വന്നു നിൽക്കുന്നു. അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തന്റെ കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി അവൾക്ക്. തന്റെ ശരീരം തളരുന്നു. അവൾ നിലത്തേക്ക് കുഴഞ്ഞു വീണു. പിറ്റേന്ന് കണ്ണു തുറന്നതും തന്റെ ചുറ്റിനും ആളുകൾ നിൽക്കുന്നതാണ് അവൾ കണ്ടത്. അടുത്തായി അച്ഛനും അമ്മയും നിൽക്കുന്നത് അവൾ കണ്ടു. അച്ഛനെയും അമ്മയെയും അവൾ മാറി മാറി നോക്കി. തലയ്ക്കുള്ളിൽ നല്ല വേദന, മരവിപ്പു. കണ്ണു തുറന്നല്ലോ, ഇനി വീട്ടിൽ പോവാലോ, ഒരു ദീർഘനിശ്വാസത്തോടെ അമ്മ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞു. അവിടേക്ക് എനിക്ക് പോവണ്ട എന്ന് പറയാനായി അവൾ നാവനക്കി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൾ വീണ്ടും ശ്രമിച്ചു. തന്റെ സംസാരശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് രാത്രി അവളുടെ മുറിയിലെ അതേ ബെഡിൽ അവൾ നിശ്ചലയായി കിടന്നു. പെട്ടെന്ന് ആ മുറിക്കുള്ളിൽ ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധം നിറഞ്ഞു. ബാത്റൂമിന്റെ വാതിലുകൾ തനിയെ തുറന്നു. ഒരു നിഴൽ അവിടെ നിന്നും നീങ്ങി തന്റെ അടുത്തേക്ക് വരുന്നതും നോക്കി അവൾ കിടന്നു. ശരീരം ഒന്ന് അനക്കാൻ പോലും ആവാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്തൊക്കെയോ മുരൾച്ച അവളുടെ ചെവികളിൽ തുളച്ചു കയറി. അവൾ തന്റെ കണ്ണുകൾ തുറക്കാൻ ധൈര്യപ്പെട്ടില്ല. പെട്ടെന്നാണ് ഒരു അലർച്ച കേട്ടത്. അത് അമ്മയുടെ ശബ്ദമാണ്. അവൾ ഒരു നടുക്കത്തോടെ കണ്ണുകൾ തുറന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവൾ ചുറ്റിനും പകച്ചു നോക്കി. അതെ, ആ രൂപം ഈ മുറി വിട്ട് പുറത്തു പോയിരിക്കുന്നു.